بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ നമുക്ക് ലഭിച്ചു. അതിന്റെ 3 ആഴ്ചകളും കഴിഞ്ഞ് അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒരു പക്ഷേ ഇനി ഒരു വെള്ളിയാഴ്ച ലഭിക്കുമോ എന്ന് സംശയമുള്ളൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരാഴ്ച പോലും റമദാനിൻ്റെതായി ഇനി നമ്മുടെ മുന്നിലില്ല. പ്രിയപ്പെട്ടവരെ, ഈ 3 ആഴ്ചയിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാൽ ഈ 3 ആഴ്ച കൊണ്ട് നമ്മൾ നേടിയെടുക്കാനുള്ള ആ സ്വർഗമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് എത്ര ചവിട്ടുപടി കയറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കത്തിയാളുന്ന നരകത്തിൽ നിന്നും രക്ഷ കിട്ടാനാണ് റമദാനിലെ നോമ്പെടുക്കുന്നതെങ്കിൽ, നമസ്കരിക്കുന്നതെങ്കിൽ, മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നതെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഈ 3 ആഴ്ച കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് നമ്മോട് തന്നെ പറയാനുള്ള ഉത്തരമാണെങ്കിൽ ഒരാഴ്ച കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനത്തെ നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പക്ഷേ ഇനി നമ്മുടെ മുന്നിൽ ഒരു റമദാൻ നമുക്ക് ലഭിക്കുമെന്ന് ഒരു ഉറപ്പും പറയാൻ കഴിയാത്തൊരവസ്ഥ. ഈ ഉള്ള സമയത്തിൽ വളരെ തുച്ഛമായ മണിക്കൂറുകൾ മാത്രം, അതിൽ തന്നെ പലപ്പോഴും നമ്മുടെ ജോലി തിരക്കും ഉറക്കവും ഒക്കെയായിട്ട് പലതും നമുക്ക് മിസ്സാകും.
ഉള്ള സമയം പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തിക്കൊള്ളി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ നിരന്തരമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അവസാനത്തെ 10ലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈലത്തുൽ ഖദർ എന്നാണെന്ന് മനസ്സിലാകുമ്പോൾ എന്താണ് ഞാൻ പ്രത്യേകിച്ച് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ ധാരാളമായി ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിൽ ഈ ഒരു പ്രാർത്ഥനയിലും അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ കാര്യമായി കേൾക്കാറുള്ള തൗബയുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ 2 പേരുകളെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് 99-ലധികം നാമങ്ങളുണ്ട്. ഇന്നലില്ലാഹി 99 ഇസ്മ. അള്ളാഹുവിന് 99 നാമങ്ങൾ. മിഅതൻ ഇല്ലാ വാഹിദ, 100 കുറവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊട്ടേറെ നാമങ്ങളിൽ 2 പേരുകളാണ്. ഒന്ന് അൽ അഫൂവ്, മറ്റൊന്ന് അത്തവ്വാബ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്നതും പശ്ചാത്താപം സ്വീകരിക്കുന്നതും പാപം പൊറുക്കുന്നതുമൊക്കെയായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അൽ അഫൂ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമം വിശുദ്ധ ഖുർആനിൽ 5 തവണയാണ് ആ പേര് വന്നിട്ടുള്ളത്. മാപ്പ് നൽകുക, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കുറ്റങ്ങളെല്ലാം, തന്റെ അടിമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ കുറ്റങ്ങളും മറച്ചു വെക്കുന്നവൻ, ഇത് അള്ളാഹുവിന്റെ പേരാണെങ്കിൽ എത്ര വലിയ ഒരു തെറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തെല്ലാം ചെയ്താലും ശരി, അള്ളാഹു അഫൂവായതുകൊണ്ട് തന്നെ അതെല്ലാം മറച്ചുവെക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം മാപ്പ് നൽകുന്നവനുമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മാപ്പ് നൽകുന്നവനാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നവരായി നമ്മൾ മാറണം. മാപ്പ് ചോദിക്കുന്നവരാവണം. അല്ലാതെ വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എല്ലാവർക്കും മാപ്പ് നൽകുക എന്നുള്ളതല്ല. നമുക്ക് ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയൊരു മനുഷ്യൻ 99 ആളുകളെ കൊന്നു. എന്നിട്ട് അയാൾക്കൊരു മാനസാന്തരം വരികയാണ്. എനിക്കൊന്ന് മാറണമെന്നുണ്ട്, ഞാനൊന്ന് നന്നാവണം, എനിക്കിതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാപ്പ് തരുമോ, എനിക്ക് തൗബ ചെയ്യുമോ? അയാൾ നേരെ ചെല്ലുന്നത് ഒരു ആബിദിന്റെ അടുക്കലേക്കാണ്. ആബിദ് എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടാവൂല, ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും, ഒരുപാട് ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. അയാൾ അയാളുടെ അറിവിൽപ്പെട്ട കാര്യം വെച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരിക്കലും തൗബയില്ല, നീ 99 പേരെ കൊന്ന ആളാണ്, നിനക്കൊരിക്കലും തൗബയില്ല. ഇത് കേട്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് അയാളെ കൂടി കൊല്ലാണ്. അങ്ങനെ 100 പേരായി. 100 പേരെ കൊന്നിട്ട് അയാൾ വീണ്ടും താൻ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരു നാട്ടിൽ ഒരു പണ്ഡിതനുണ്ട്, ആലിമുണ്ട് എന്ന് മനസ്സിലായി. ആ വാചക 2 മനസ്സിലാക്കണം. ആദ്യത്തേത് ആബിദാണ്, അയാൾക്ക് ഇൽമുണ്ടാവൂല. രണ്ടാമത്തേത് ആലിമാണ്, പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 100ഓളം ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, തീർച്ചയായും അല്ലാഹു സ്വീകരിക്കും. നീ തൗബ ചെയ്തോ, നീ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചോ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ നിന്റെ നാട് വിട്ടുപോകണം. ഇന്ന ഒരു നാടുണ്ട്, അവിടെ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകളുണ്ട്, ആ ആളുകളുടെ അടുത്തേക്ക് പോയിക്കോ. അങ്ങനെ ആ മനുഷ്യൻ അവിടുന്ന് പുറപ്പെടും. അയാൾ പുറപ്പെട്ടു വഴിയിൽ വെച്ചുകൊണ്ട് അയാൾ മരണപ്പെട്ടു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾ മരിച്ചു. ഈ മനുഷ്യൻ മരിച്ചപ്പോ നരകത്തിന്റെ മലക്കുകൾ അവിടെ സന്നിഹിതരായി. കാരണം ഇയാൾ നരകത്തിലേക്കുള്ള ആളാണ്, 100 പേരെ കൊന്ന ആളാണ്. അതുകൊണ്ട് ഇയാൾ എന്തായാലും നരകത്തിലേക്കാണ്. അവിടെ തന്നെ സ്വർഗത്തിന്റെ മലക്കുകളും വന്നു. അവര് പറഞ്ഞു, ഇയാൾ തൗബ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ സ്വർഗത്തിന്റെ ആളാണ്.
ഇരു വിഭാഗത്തിന്റെയും മലക്കുകൾ തമ്മിൽ തർക്കമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിന് മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ചു. ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് ഈ തർക്കം കൂടുന്ന മലക്കുകളോട് പറയാണ്, നിങ്ങളൊന്ന് അളന്നു നോക്കണം. അയാൾ പുറപ്പെട്ടിട്ടുള്ള നാടും അയാൾ എത്തപ്പെടാനുള്ള നാടും തമ്മിലുള്ള ആ വ്യത്യാസം ഒന്ന് നോക്കണം. അവരളന്നു നോക്കുമ്പോ അയാൾ എത്താനുള്ള നാട്ടിലേക്കാണ് അയാൾ കൂടുതൽ അടുത്തിട്ടുള്ളത്. ആ മനുഷ്യൻ സ്വർഗാവകാശിയായി മാറി. ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ചെയ്തതാകട്ടെ മുഴുവൻ ഹറാമുകൾ. പക്ഷേ തൗബ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിരാശയുടെ ഒരു വാക്കിന്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു വാചകം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ശൈത്താൻ ഇട്ടിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ അള്ളാഹിനോടൊന്ന് ഏറ്റുപറയാൻ വേണ്ടി കൈകൾ ഉയർത്തുന്ന സമയത്ത് പിശാച് നമ്മളോട് ഇങ്ങനെ മന്ത്രിക്കും, നീയൊന്നും പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, എത്ര വലിയ തെറ്റാ നീ ചെയ്തിട്ടുള്ളത്. ജനങ്ങളെങ്ങാനും അറിഞ്ഞാൽ, നിന്റെ ഭാര്യ അറിഞ്ഞാൽ, ഭർത്താവ് അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ കാർക്കിച്ച് തുപ്പുന്ന തെറ്റുകളല്ലേ നീ ചെയ്തിട്ടുള്ളത്. നീയൊന്നും തൗബ ചെയ്തിട്ടൊരു കാര്യമില്ല. നിരാശ വരുത്തും, നിരാശ ഉണ്ടാക്കും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്ന ഒരു വാചകമുണ്ട്. കേവലം ഒരു വാചകമല്ല, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ടല്ല പറയാണ്. ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. സുബ്ഹാനല്ലാഹ്, എന്താണ് റബ്ബിന്റെ വാക്ക്? ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തിട്ടുള്ളവരെ. ആ വാക്ക് ഇങ്ങനെ പരിശോധിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, ഏതൊരു ഹറാമ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അത് സ്വന്തത്തിനെ നഷ്ടം വരുത്തിയിട്ടാണ്. ഒരാളെ മദ്യപിക്കുന്നുണ്ടോ, അയാൾക്കാണ് നഷ്ടം. ഒരാൾ വ്യഭിചരിക്കുന്നുണ്ടോ, അയാൾക്കാണ് നഷ്ടം. ഒരാൾ പുകവലിക്കുന്നുണ്ടോ, അയാൾക്കാണ് നഷ്ടം. അയാളുടെ ജീവിതത്തിൽ എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും. എന്നിട്ട് ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തഖ്നതു ലാ തഖ്നതു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട. നിങ്ങൾക്ക് നിരാശ വേണ്ടടോ. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിക്കൊണ്ട്, പരിപൂർണമായിക്കൊണ്ട് നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു റബ്ബാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരാന്ന് പറഞ്ഞു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ മറ്റൊരു പേരാണ് ഈ അത്തവ്വാബ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് അത്തവ്വാബ് എന്ന് വന്നിട്ടുള്ളത്. തൗബ സ്വീകരിക്കുന്നവൻ. തന്റെ അടിമ അള്ളാഹിനോട് തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമായിട്ടാണ് തൗബ എണ്ണിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. ഒരു അടിമ അല്ലാഹുവോട് തൗബ ചെയ്യുമ്പോൾ അല്ലാഹുക്ക് അതിയായ ഇഷ്ടമായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറയാം. ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകണം. അയാളുടെ ഒരു വാഹനമുണ്ട്, ഒരു ഒട്ടകം. ആ ഒട്ടകപ്പുറത്ത് അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും, കടിക്കാനുള്ള ഭക്ഷണവും, ധരിക്കാനുള്ള വസ്ത്രവും എല്ലാം ഉണ്ട്. അങ്ങനെ അയാൾ ഇങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങി. അയാൾ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി തന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ നോക്കുമ്പോ അയാളുടെ ഒട്ടകത്തെ കാണാനില്ല. അയാൾ തിരിഞ്ഞും മറിഞ്ഞും മുഴുവനായി നോക്കി. വിജനമായി കിടക്കുന്ന മരുഭൂമിയല്ലാതെ മറ്റൊന്നും അയാൾക്ക് കാണാൻ കഴിയുന്നില്ല. അയാൾ നിരാശയോടുകൂടി ഒരു ഭാഗത്ത് വീണു പോവുകയാണ്. അയാൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. അയാൾ കുറച്ചു കഴിഞ്ഞ് തല ഉയർത്തി നോക്കുന്ന സമയത്ത് അതാ അയാളുടെ ഒട്ടകങ്ങനെ അയാളിലേക്ക് നടന്നു വരികയാണ്. ആ കാഴ്ച കണ്ടിട്ട് അയാൾ പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക. അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണ്. അയാൾ ശരിക്കും പറയേണ്ടത് അല്ലാഹുമ്മ അൻത റബ്ബി വഅന അബ്ദുക. അല്ലാഹുവേ, നീ എന്റെ രക്ഷിതാവും ഞാൻ നിന്റെ അടിമയുമാണെന്ന്. പക്ഷെ അയാളുടെ സന്തോഷം കാരണത്താൽ വാക്കുകൾ വരെ മാറിപ്പോകും. അത്രയും വലിയ സന്തോഷം. ഈ വാചകം വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു അടിമ തന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു. പക്ഷേ
റബ്ബേ എനിക്ക് പറ്റിപ്പോയി, റബ്ബേ എന്റെ ജീവിതത്തിൽ അത് പാടില്ലാത്തതായിരുന്നു, പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാനത് ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകുന്ന. പൊതുവെ നമ്മുടെ മക്കളൊക്കെ തെറ്റ് ചെയ്തിട്ട് നമ്മളോട് സോറി പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളതിങ്ങനെ ചൂണ്ടിക്കാണിക്കും, എന്നാലും നീ അത് ചെയ്തില്ലേ. എന്നാൽ അള്ളാഹ് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തോ അയാൾ തൗബ ചെയ്യുകയാണെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ, തീർച്ചയായും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ ആ ഒരു കാര്യം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നല്ല. റബ്ബ് റെഡിയാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കാൻ സദാ സന്നദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കണം. എപ്പോ? രാത്രി ഒരാൾ തെറ്റ് ചെയ്താൽ പകലിൽ അവൻ തൗബ ചെയ്യാൻ റെഡിയാണോ? അള്ളാഹു സ്വീകരിക്കാൻ റെഡിയാണ്. ഇനി പകലിലാണ് അവൻ തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ രാത്രി സമയത്ത് അള്ളാഹ് റെഡിയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാ സമയത്തും അള്ളാഹ് റെഡിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാചകങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം, റബ്ബ് റെഡി ആയിട്ടുണ്ട്, അള്ളാഹു ഏത് സമയത്തും റെഡിയാണ്. നമ്മളോട് ഒരിക്കൽ പോലും നീ എന്നോട് പറയണ്ട, നീ എന്നോട് നിന്റെ തെറ്റുകളൊന്നും എടുത്തു പറയണ്ട, നിനക്കുള്ള ശിക്ഷ ഇവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ തവ്വാബാണ്, അഫൂവാണ്, ഗഫൂറാണ്, ഗഫാറാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും സ്നേഹമുള്ള, ഇത്രയും കാരുണ്യം കാണിക്കുന്ന, ഇത്രയും പാപങ്ങളെല്ലാം ചെയ്താലും അതെല്ലാം പുറത്തു തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റെഡിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ റെഡിയാകുന്നുണ്ടോ? നമ്മൾ റെഡിയായിട്ടുണ്ടോ? ഈ കഴിഞ്ഞുപോയി 22-23 ദിവസമായപ്പോൾ നമ്മൾ എത്ര തവണ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ പറ്റിപ്പോയി. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, എല്ലാത്തിനും കൂടി ഒരു തൗബയല്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അത് ഓരോന്നും എടുത്തു പറയണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്താ നമ്മൾ വേണ്ടേ? ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടോ? പടച്ചോനെ എനിക്കൊന്ന് പറയണം. പല ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് തൗബ ചെയ്യണമെന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാം? ഇതെങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലലാണോ? അല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി മാത്രം പറയലാണോ? അതുമല്ല. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ചില മതങ്ങളിൽ അവരുടെ പള്ളിയിൽ പോയി കുമ്പസരിക്കുക എന്നുള്ളതുണ്ടാകാം. വേറെ ചില ആളുകൾക്ക് വേറെ ചില രൂപത്തിലുള്ള ദേവാലയങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്ന ഒരു സ്ഥലത്ത് പോയിട്ട് എന്നെ തൗബ ചെയ്യണമെന്നില്ല. അതിനുവേണ്ടി മക്കത്തേക്ക് പോകണമെന്നൊന്നുമില്ല, അതിനുവേണ്ടി മദീനത്ത് പോകണമെന്നില്ല, അതിനുവേണ്ടി ഉംറക്ക് പോകണമെന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ തൗബ ചെയ്യുകയാണെങ്കിൽ അവിടെ ചില നിബന്ധനകളുണ്ട്, അവിടെ ചില ഷർത്തുകളുണ്ട്. ആ ഷർത്ത് പാലിച്ചാൽ മാത്രമാണ് നമ്മുടെ തൗബ സ്വീകരിക്കുള്ളൂ. അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണെന്നറിയോ? ഒന്നാമത്തെ വിഷയം, ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമാവണം. തെറ്റ് ചെയ്തിട്ടല്ല തൗബ ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോവുക, എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ തൗബ ചെയ്യുക, വീണ്ടും അതേ തെറ്റ് ചെയ്യുക, അത് അവസാനിപ്പിക്കണില്ല. ഒരാൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിലും ആ മദ്യപാനം നിർത്തണം, എന്നിട്ടാണ് അയാൾ തൗബ ചെയ്യേണ്ടത്. അതല്ലാതെ അത് കുടിക്കുകയും ചെയ്യുക, പിന്നെ തൗബയും ചെയ്യുക, പിന്നെയും കുടിക്കുക, ആ രൂപമല്ല. തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കണം. പിന്നെയും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും എന്ന് പറയലല്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അബൂ ഉമറുൽ കിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അബൂ ഉമറുൽ കിന്ദി ഒരു കാലത്ത് വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ശബ്ദമുണ്ട്, പക്ഷേ ആ ശബ്ദം കൊണ്ട് സംഗീതങ്ങൾ ആസ്വദിക്കുന്ന ആളായിരുന്നു. നബീദ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ കുടിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അദ്ദേഹം പറയാണ്. അദ്ദേഹം എപ്പോഴാണ് തൗബയിലേക്ക് മാറിയത്, എപ്പോഴാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായതെന്ന് ഈ അബൂ ഉമറുൽ കിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുൻതു ഗുലാമൻ ഹസ്ന സൗത്ത്. ഞാൻ ഒരു യുവാവായിരിക്കും, എനിക്ക് നല്ല ശബ്ദമുണ്ടായിരുന്നു, നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. അങ്ങനെ എന്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ഇങ്ങനെ മദ്യപിക്കുകയും അതുപോലെ തന്നെ തമ്പുരി മീട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാം, നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കാം. ഞങ്ങളതിങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പാഞ്ഞുകൊണ്ട് വന്നു. അവരെടുത്തു വച്ചിട്ടുള്ള ആ മദ്യമെല്ലാം ഒഴുക്കിക്കളഞ്ഞു. അബൂ ഉമറിന്റെ ഒരു തമ്പുരുണ്ടായിരുന്നു, ആ തമ്പുര് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറയാണ്, നിനക്ക് നല്ല ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കൊണ്ട് നിനക്ക് ഖുർആൻ ഓതിക്കൂടെ, നീ ഖുർആനിന്റെ ആളായിക്കൂടെ?
ഇതും പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇതെല്ലാം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. ഈ വന്നതാരാണെന്നോ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത എത്രയാണെന്നോ ഒന്നും ഈ അബൂ ഉമറിന് അറിയൂല. അബൂ ഉമർ തന്റെ കൂടെയുള്ള ആളോട് ചോദിച്ചു, മൻ ഹാദാ, ഇപ്പൊ വന്ന ഈ ആൾ ആരാ? അപ്പൊ കൂടെയുള്ള ആൾ പറഞ്ഞു, ഹാദാ ഇബ്നു മസ്ഊദ്, അത് ഇബ്നു മസ്ഊദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ടുള്ള ഇബ്നു മസ്ഊദ്. ഇത് കേട്ടതും അബൂ ഉമറുൽ കിന്ദി അങ്ങോട്ട് ഓടുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയ വഴിയേ പിന്നാലെ ഓടി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ പോയി അദ്ദേഹത്തിന്റെ വസ്ത്രം പിടിച്ചു. എന്നിട്ട് പറയാണ്, ഇബ്നു മസ്ഊദ്, എനിക്ക് തെറ്റുപറ്റി, എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഗൗരവം. നിങ്ങൾ ഇനി ബോധ്യപ്പെടുത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കൂല. ഇത് പറയുമ്പോഴും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ വാക്കുകൊണ്ട് പറഞ്ഞതും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു. എന്നിട്ട് അബൂ ഉമറിനെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറയാണ്, മർഹബൻ ബിമൻ അഹബ്ബ അല്ലാഹ്. ആ വാക്കാണ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് സ്വാഗതം. അല്ലാഹ് ഇഷ്ടപ്പെടുക. ഒരാൾ തൗബ ചെയ്യുമ്പോണ്ടല്ലോ, ആ തെറ്റുണ്ട് ബോധ്യപ്പെട്ടു, ഞാനത് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞാൽ മർഹബൻ ബിമൻ അഹബ്ബഹുല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവനാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. അതാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് അറിയുക, ചെയ്ത തെറ്റിനെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഖേദിക്കാം. തെറ്റുകൾ എങ്ങനെ ചെയ്തു, പണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ആവേശം കൊള്ളുകയല്ല. ആ തെറ്റുകൾ എങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉൾപ്പുളകൾ ഉണ്ടാവുമല്ല. ഞാനൊക്കെ അന്ന് അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്കൊരു ജാഹിലിയത്ത് ഉണ്ടായിരുന്നു, ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതല്ല, അങ്ങനെ പറയൂല ഒരാൾ. യഥാർത്ഥ തൗബ ചെയ്ത ഒരാൾ അങ്ങനെ പറയൂല. ചെയ്തു പോയ തെറ്റിന്റെ വിഷയത്തിൽ അങ്ങേറ്റത്തെ ഖേദമുണ്ടാവണ്ടേ, പറ്റിപ്പോയല്ലോന്ന്. ആ ഒരു ഖേദപ്രകടനമാണ് പ്രിയപ്പെട്ടവരെ രഹസ്യമായി വ്യഭിചരിച്ചു പോയ ഒരു സ്വഹാബി മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് വരിക. 100 കണക്കിന് സ്വഹാബിമാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് പറയാണ്, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ശുദ്ധിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാറി. വീണ്ടും മാഇസ് റളിയല്ലാഹു അൻഹു വന്നു, പ്രവാചകരെ എന്നെ ശുദ്ധീകരിക്കും, വലിയ ഒരു തെറ്റ് ഞാൻ ചെയ്തു, ഒരു ഹറാമ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, വ്യഭിചരിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞ എന്താ അറിയോ, മായിസിനൊന്ന് നോക്കി അദ്ദേഹം ലഹരി ബാധിച്ചിട്ടുണ്ടോ നോക്കിക്കാണി. ലഹരി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പം പറയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമായ വല്ല പ്രശ്നം ഉണ്ടാവും. നബി പിന്നെയും പോകാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുന്ന സമയത്തെല്ലാം മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്നെ ശുദ്ധീകരിക്കണം, എന്നെ ശുദ്ധീകരിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാൾ വിവാഹം നടന്ന ഒരാളാണെങ്കിൽ, കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ, എന്നിട്ടും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാളെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. അതാ ചെയ്യാൻ വേണ്ടി പറയണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ മായിസ് റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ ഒന്നാമത്തെ തവണ പറഞ്ഞപ്പോൾ തന്നെ നബി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ, ഞാൻ നബിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തിരിച്ചു പോകാം, ഇനി അവിടെ പടച്ചോന്റെ അടുത്തുള്ള സമയത്ത് എനിക്ക് ന്യായം പറയാണ്ടല്ലോ പറഞ്ഞോ? ഇല്ല. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൂതനല്ലാത്തത് കൊണ്ടല്ല, മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ പേടിയാണ്. ഇവിടുന്ന് അള്ളാന്റെ ശിക്ഷ ഇവിടുന്ന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ അടുത്ത് എനിക്ക് ശിക്ഷ ഉണ്ടാവൂല, ആ ഒരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു സ്ത്രീ കൂടി വന്നു. മായിസ് റളിയല്ലാഹു അൻഹുമായി ബന്ധത്തിലായ ഒരു സ്ത്രീ, ഒരു ജുഹൈന ഗോത്രക്കാരി. അവൾ വന്നിട്ട് പറയാണ്, പ്രവാചകരെ ഞാനും വ്യഭിചരിച്ചു പോയി. മനുഷ്യ സഹജമാണ്, മനുഷ്യൻ എന്ന നിലയ്ക്ക് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയൊരു തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, പോടുന്നു. അവൾ പറഞ്ഞു, അല്ല പ്രവാചകരെ, ഞാനിതാ ഗർഭിണിയായിട്ടുണ്ട്. തെളിവാണ്, തെളിവ് മുന്നിൽ വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തായാലും നീ ഇപ്പൊ പോ, നിന്റെ ഗർഭത്തിൽ എടുക്കണ കുഞ്ഞിന് ഇതിന് ഉത്തരവാദിയല്ലല്ലോ, ആ കുട്ടി ജനിക്കട്ടെ. ആ പെണ്ണ് പോയി. പ്രസവം കഴിഞ്ഞിട്ട് വരിക, പ്രസവം കഴിഞ്ഞ ഉടനെ ചോര പൈതലുമായിട്ട് വന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടിക്ക് പാല് കൊടുക്കേണ്ട ടൈമല്ലേ, ഇപ്പൊ പോ. ഏകദേശം 2 വയസ്സ് വരെ ആ കുട്ടിക്ക് പാല് കൊടുത്തു. എന്നിട്ട് ആ പെണ്ണ് ആ കുട്ടിനെയും കൊണ്ട് വരുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടാ പറയുന്നത്. എന്നിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, പ്രവാചകൻ ഇതാ കുട്ടി സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചു. രഹസ്യമായി ചെയ്ത ഒരു തെറ്റ് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷേ പരസ്യമായി പ്രവാചകനോട് വന്ന് പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിന്റെ കുടുംബക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവളോട് മാന്യമായിട്ട് പെരുമാറണം കേട്ടോ. ആ രംഗൊന്ന് ആലോചിക്കുകയാണ്. ആ തെറ്റ്, രഹസ്യമായൊരു കാര്യം, പിന്നെ ആ പെണ്ണ് വീട്ടിലേക്ക് എത്തുമ്പോ അവളുടെ വയറിങ്ങനെ ഗർഭം വളർന്നു വലുതാകുന്നതിനനുസരിച്ച് കൊണ്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടാവും. ഒരു പെണ്ണ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം രണ്ടായി പിളരുന്ന രംഗമാണ്. അങ്ങനെ പിളർന്ന് ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നെ ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും വരിക, പ്രവാചകരെ എന്റെ മേലുള്ള ശിക്ഷ നടപ്പിലാക്കി. അപ്പോഴും പോയി 2 വയസ്സ് വരെ ആ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ, തന്റെ മാറിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോ ഏതൊരു ഉമ്മക്കും ചില പ്രതീക്ഷകൾ ഉണ്ടാകും. ആ ഒരു സഹോദരിക്ക് എന്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നത്? ഏതെങ്കിലും ദിവസം കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാനിതാ പോയി മരിക്കാനുള്ളതാണ്, എന്നെ കൊലപ്പെടുത്താനുള്ളതാണ്. ആ കുട്ടിനെയും കൊണ്ടുവന്ന് അവസാനം ആ കുട്ടിയെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ സ്ത്രീയെ ഇസ്ലാമിക നിയമപ്രകാരം എറിഞ്ഞുകൊണ്ടു. ആ പെണ്ണിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ പ്രവാചകന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു വ്യഭിചാരിണിക്ക് വേണ്ടിയാണോ പ്രവാചകരെ നിങ്ങൾ നമസ്കരിക്കുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മദീനത്തുള്ള 70 ആളുകൾക്ക് ആ സ്ത്രീയുടെ തൗബ വീതം വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് അവളുടെ തൗബ, അത്രയുണ്ട്. എന്നിട്ട് അവളുടെ കാര്യത്തിൽ ഞാൻ മാറി നിൽക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, പക്ഷേ ഖേദമുണ്ടാവണം. പറ്റിപ്പോയി, അറിയാതെ സംഭവിച്ചതാണ്, അത് അല്ലാഹുവോട് ഏറ്റുപറയണം. 2ാമത്തെ നിബന്ധന. ഇനി 3ാമത്തെ വിഷയം, തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ശപഥം ചെയ്യാം. ഇനി ഒരവസരം കിട്ടിയാൽ ഞാൻ ഇനിയും ചെയ്യും, അതല്ല. അത് ദുൽമിന്റെ വാക്കാണ്, അക്രമത്തിന്റെ വാക്കാണ്. തൗബ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല, ഇനി ഒരിക്കലുമില്ല, ഇനി എന്തവസരം വന്നാലും ശരി, എത്രയേറെ എന്നെ നിർബന്ധിച്ചാലും ശരി, ഞാൻ ചെയ്യൂല. പലപ്പോഴും പല യുവാക്കളും പറയുന്നൊരു വാചകമുണ്ട്, നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് മാറണമെന്നുണ്ട്, പക്ഷെ എന്റെ ചില കൂട്ടുകാരന്മാർ അവരെന്നെ നിന്നുകൊണ്ട് വിടുന്നില്ല. ചിലപ്പോഴെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം, എന്റെ ചില സുഹൃത്തുക്കൾ മുഖേനയാണ് എനിക്കിത് കിട്ടുന്നത്, അവരുമായിട്ടുള്ള ബന്ധം എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യാം? പ്രിയപ്പെട്ടവരെ, 1ാമത്തെ വിഷയം അതിലേക്ക് ചേർത്ത് വെച്ച് പറയുമ്പോൾ, ഒന്ന് റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയാം, റബ്ബേ ഇങ്ങനത്തെ എല്ലാ അവസ്ഥകളിൽ നിന്നും എന്നെ നീ മാറ്റിക്ക. അള്ളാന്റെ ഒരു തൗഫീഖ് കിട്ടുക എന്നുള്ളതിന്റെ പ്രധാനം. അവരെന്തെല്ലാം ഭീഷണിപ്പെടുത്തിയാലും ശരി, എന്തെല്ലാം ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാലും ശരി, ഇല്ല ഞാൻ ഇനി അതിലേക്കില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുത്തു, ഒരു കുഴപ്പമില്ല, എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ഞാൻ അതിലേക്കില്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞത്. അതല്ലെങ്കിലോ നമ്മൾ ഈ പറയുന്ന ആളുകൾക്കനുസരിച്ച് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 അതിന്റെ ഏറ്റവും ആഴത്തിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. 4ാമത്തെ ഒരു വിഷയം, ഇത് 3ഉം മനുഷ്യരുമായി ബന്ധപ്പെട്ടതും പടച്ചവനോടുമായി ബന്ധപ്പെട്ടതൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞതാണെങ്കിൽ, ഇനി വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമുണ്ട്. തൗബ ചെയ്യുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജനങ്ങളെ പൊരുത്തപ്പെടിക്കുക, അവരുടെ ഹക്ക് വല്ലതും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കുക. ഒരാളെ പറ്റിച്ചിട്ട് നമ്മൾ ചില സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, നമ്മൾ അല്ലാഹുവോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല, ആദ്യം ആ സാധനം തിരിച്ചു കൊടുക്കണം. ഒരാളെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് അല്ലാഹുവോട് പറയും, റബ്ബേ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞുപോയി, എനിക്ക് പുറത്തുതാ. ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇനി പ്രിയപ്പെട്ടവരെ, 5ാമത്തെ ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ച് പറയണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തൗബ സ്വീകരിക്കാനുള്ള സമയമുണ്ട്. തൗബയുടെ വാതിൽ അടക്കപ്പെടുന്നതിന് മുമ്പേ തൗബ ചെയ്യണം. തൗബക്കൊരു വാതിലുണ്ട്, ആ വാതിൽ അടക്കപ്പെടുന്നതിന് മുമ്പേ തൗബ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 2 കാര്യങ്ങൾ, 2 സമയങ്ങൾ, ആ സമയത്തിന് മുമ്പേ ഒരാൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അതിലൊന്ന്, അവന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയത്ത് ഗർ ഗർ എന്ന ആ ഒരു സൗണ്ട് ഇങ്ങനെ വരിക, അവന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുക. അവൻ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇന്നി അതൂബുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മുമ്പേ ചെയ്യണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഇങ്ങനെ ചില തെറ്റുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മളിപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി ഒരു ഹജ്ജിന് പോകട്ടെ, ഞാനൊരു ഉംറക്ക് പോകട്ടെ, അടുത്ത റമദാനാവട്ടെ, കല്യാണം കഴിയട്ടെ, ഇന്ന പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് പറയാൻ പറ്റൂല. കേട്ടുകഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, സൂര്യൻ പടിഞ്ഞാറുദിക്കാം, ലോകത്തിന്റെ അവസാനം, ആ ഒരു സമയത്തിന് മുമ്പേ ഇത് ചെയ്യണം. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ തൗബ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഉദാഹരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് ആ തെറ്റൊരു ആസ്വാദനം കിട്ടൂല. ആസ്വാദനം, തെറ്റിനേക്കാൾ വലിയ ആസ്വാദനം തൗബക്കുണ്ടാവും. ഒരാൾ മദ്യപാനത്തിന്റെ വിഷയത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മദ്യപിക്കാൻ തോന്നൂല. പിന്നെയും തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ തൗബ സ്വീകരിച്ചിട്ടില്ല. പിന്നെയും അതിലേക്ക് ഇങ്ങനെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ട വളരെ വലിയ ഒരു പുണ്യമായ കാര്യമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോഴും എന്താണ് ഫിത്ർ സക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളത്. ഫിത്ർ സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊന്നും അതിന് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സമ്പത്തില്ലാത്തവനാണ് എന്നാ പലരും വിചാരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സക്കാത്ത് വേറെയാണ്, ഫിത്ർ സക്കാത്ത് വേറെയാണ്. ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കിയിട്ടുണ്ട്. ആർക്ക്? തന്റെ വീട്ടിൽ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാനുള്ളതുണ്ട്, പിന്നെ ബാക്കി അവന്റെ കയ്യിൽ സമ്പത്തായിട്ടോ ഭക്ഷണമായിട്ടോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഒന്നുകൂടി പറയാം, നമ്മുടെ വീട്ടിൽ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാനുള്ളത്, നമുക്കും നമ്മുടെ മക്കൾക്കും ഭാര്യക്കും ഒക്കെ കഴിക്കാനുള്ളത് അവിടെ ഉണ്ട്. പിന്നെയും നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഭക്ഷണങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് ഓരോരുത്തർക്കും 2.5 കിലോ വരുന്ന അരി അത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വാ എന്ന് പറഞ്ഞു, ഒരു സ്വാ ഈത്തപ്പഴം അല്ലെങ്കിൽ ബാറിൽ ഇതുപോലുള്ളത് കൊടുത്തിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരിയാണ്. അത് ആർക്കൊക്കെ കൊടുക്കണം? എന്റെ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ആ 5 പേർക്കുള്ളത് ആ വീടിന്റെ ഉടമസ്ഥനെ കൊടുക്കണ്ടേ? ഇനി ഒരു വീട്ടിൽ വാപ്പയും മക്കളും ഒക്കെ ഉണ്ട്, വാപ്പ വേറെ ജോലി ചെയ്യുന്നു, മക്കൾ വേറെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ വാപ്പാന്റെ കാര്യം, അതേപോലെ തന്നെ വാപ്പാന്റെ ഭാര്യ ഈ രൂപത്തിലുള്ളത് കൊടുത്താൽ മതി. ആ വീട്ടിലുള്ളവരെ കണക്ക് നോക്കിയിട്ട് എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ടാവണം. അത് ചെറിയ കുട്ടിയാണ്, ആകെ 1 വയസ്സായിട്ടുള്ളൂ, 6 മാസമായിട്ടുള്ളൂ, എന്നാലും ആ കുട്ടിന്റെ പേരിൽ കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാണ് കൊടുക്കേണ്ടത്? പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് കൊടുത്താലേ അത് ഫിത്ർ സക്കാത്താവുള്ളൂ. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു കൊടുത്താൽ അത് ഫിത്ർ സക്കാത്തല്ല, അത് സാധാരണ ഒരു സ്വതക്കയായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന്റെ ഒരു ഗൗരവം കാണണം. നമ്മുടെ പള്ളിയിലും അത് കളക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 2.5 കിലോക്ക് 120 രൂപയാണ് അതിന്റെ കണക്ക് നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ച് നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുടേതുണ്ടോ അതനുസരിച്ച് നമ്മൾ കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് ഫിത്ർ സക്കാത്ത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നോമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പോരായ്മകൾ കൊണ്ട് പരിഹരിക്കാൻ
അതോടൊപ്പം തന്നെ പെരുന്നാളിന്റെ അന്ന് ഒരു വിശ്വാസിയും പ്രയാസപ്പെടരുത്. ഭക്ഷണമില്ലാതെ പെരുന്നാളിന്റെ അന്നും കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പുണ്യം വലിയ ഗൗരവത്തോടു കൂടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതേപോലെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് കാര്യമായി സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു വിഷയം, പെരുന്നാളും ജുമഅയും ഒരുമിച്ച് വന്നാലുള്ള നിയമത്തെക്കുറിച്ച്. ഇതിങ്ങനെ ചർച്ച വരാനുള്ള കാരണം തന്നെ ഒരു പക്ഷേ ഇത്തവണത്തെ പെരുന്നാൾ വെള്ളിയാഴ്ചയായിരിക്കും. അപ്പൊ രാവിലെ ഒരു ഈദ് നമസ്കാരം ഉണ്ടാവുക, അതിലൊരു ഖുതുബ ഉണ്ടാവുക, പിന്നെ ഉച്ചക്ക് വീണ്ടും ഒരു ജുമഅ വേണോ വേണ്ടയോ, ഈ ഒരു ചർച്ചയാണ് വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ റമദാന് പോലും നോക്കാതെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഏതൊരു കാര്യത്തിലും നമുക്കുള്ള തെളിവെന്താ? ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എങ്കിൽ ഈ വിഷയത്തിൽ ഖുർആനിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഖുർആനിൽ നേർക്ക് നേരെ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. ആ ചോദ്യം, ഹൽ ഷഹിദ്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദ്, ഒരു ദിവസം തന്നെ 2 ഈദുകൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അഥവാ പെരുന്നാളും ജുമഅയും ഒരുമിച്ച് വന്നപ്പോ നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, കൈഫ സനഅ, എങ്ങനെയാണ് അന്ന് നിർവഹിച്ചിരുന്നത്? ആ സമയത്ത് ഈ സ്വഹാബി പറയാണ്, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലൽ ഈദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നമസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമഅ, പിന്നെ ജുമഅക്ക് ഒരു ഇളവ് നൽകി. റഖസ, റുഖ്സ നൽകുക എന്ന് പറഞ്ഞാൽ ഇളവ് നൽകുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ശാഅ അൻ യുസല്ലി ഫൽയുസല്ലി, ആരാണോ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ നിസ്കരിക്കാം, അല്ലാത്തോ നിസ്കരിക്കണമെന്നില്ല. ഇതാണ് ഒരു ഹദീസ്. മുഴുവൻ കേൾക്കാം, അപ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഇതൊരു ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഇനി മറ്റൊരു ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദ് ജമഅ ഫീ യൗമിക്കും ഹാദാ ഈദാൻ, 2 ഈദുകൾ ഒരുമിച്ചിട്ടുള്ള ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ നിങ്ങൾക്ക് 2 ആഘോഷങ്ങൾ വന്നിട്ടുണ്ട്, 2 ഈദുകൾ വന്നിട്ടുണ്ട്. ഫമൻ ശാഅ അജ്സഅ മിനൽ ജുമഅ വ ഇന്നാ മുജമ്മിഊൻ, പങ്കെടുക്കേണ്ട ആളുകൾക്ക് പങ്കെടുക്കാം. തീർച്ചയായും നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ജുമഅ ഉണ്ടായിരിക്കും. ആദ്യത്തെ ജുമഅയിൽ പങ്കെടുത്ത, അഥവാ ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം രണ്ടാമത്തെ ജുമഅക്ക്. അതല്ല, പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടോ എങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലുള്ള ജുമഅ പോലെയല്ല, ചില ഇളവുകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു ഹദീസ്. ഇനി മൂന്നാമത്തത്, ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജീവനോടുകൂടിയുള്ളവരാണല്ലോ സ്വഹാബിമാർ. ആ സ്വഹാബിമാരുടെ കാലത്ത് എന്താ സംഭവിച്ചത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറയാണ്, ഷഹിദ്തുൽ ഈദൈന മഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഞങ്ങൾ 2 ഈദുകളിൽ പങ്കെടുത്തു. 2 ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരവും ജുമഅ നമസ്കാരവും, രണ്ടിലും ഞങ്ങൾ പങ്കെടുത്തു. വകാന ദാലികൽ ജുമഅ, അതൊരു ജുമഅ ദിവസമായിരുന്നു. ഫസല്ലാ ഖബ്ലൽ ഖുതുബ, ആദ്യം നമസ്കരിച്ചു, പിന്നെ ഖുതുബ നടത്തി, അതാണല്ലോ പെരുന്നാൾ. സുമ്മ ഖതബ, പിന്നെ അദ്ദേഹം പ്രസംഗിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ, തീർച്ചയായും ഈ ഒരു ദിവസം, ഖദ് ജമഅ ലക്കും ഫീഹി ഈദാൻ, നിങ്ങൾക്ക് ഇതാ 2 ഈദുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ്. ഫമൻ അഹബ്ബ അൻ യൻതളിറൽ ജുമഅ, ആരെങ്കിലും ജുമഅ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, മിൻ അഹ്ലിൽ അവാലി, മദീനയുടെ ഒരു ഭാഗത്തുള്ള അവാലി എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെയുള്ള ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകം പറയാണ്, ഫൽയൻതളിർ, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. വമൻ അഹബ്ബ അൻ യർജിഅ, ആരെങ്കിലും തിരിഞ്ഞു പോകണമെന്ന് തോന്നുകയാണെങ്കിലോ, ഫഖദ് അദിൻതു ലഹു, ഞാൻ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അനുവാദം നൽകുകയും ചെയ്തു. ആ നാടിന്റെ ഖതീബ്, ഇമാം, രാജാവ് എല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അവിടെയാണ് ഈ നിയമമുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും ഹദീസുകൾ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു മനുഷ്യരും ജുമഅ നടത്തണ്ട എന്ന അഭിപ്രായം ആർക്കില്ല. ജുമഅ നടത്തണ്ട എന്നല്ല, പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചതാ പറഞ്ഞു ഇവർ ജുമഅയും ഒഴിവാക്കി എന്നുള്ള ആക്ഷേപങ്ങളാണ് പലരും കൊണ്ടുവരുന്നത്.
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അയാളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കരിച്ചു, പിന്നെ അയാൾ ജുമഅ നമസ്കരിക്കണോ വേണ്ടയോ? ജുമഅ നമസ്കരിക്കലാണ് ഖൈർ, ജുമഅ നമസ്കരിക്കലാണ് ഖൈർ. എന്നാൽ ചില ഇളവുകളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ഒഴിവാകാം. ഈ വിഷയത്തിൽ ഈ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് 4 ഇമാമുമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. 4 ഇമാമുമാർ. അതിൽ ഒന്ന് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ 2 പേരും അഥവാ ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും രണ്ടിലും പങ്കെടുക്കണം, രണ്ടും നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഹനഫി മദ്ഹബിനും മാലിക്കി മദ്ഹബിനും. എന്നാൽ ഷാഫിഈ മദ്ഹബ്, നമ്മുടെ നാട്ടിൽ കൂടുതൽ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളായതുകൊണ്ട് തന്നെ പറയട്ടെ, ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഒരാൾ ദൂരെ സ്ഥലത്തുള്ള ഒരാളാണോ അയാൾക്ക് ഇളവുണ്ട്. കാരണം അവാലി എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് വന്നപ്പോ അവരോട് നിങ്ങൾ പങ്കെടുക്കണമെന്നില്ല എന്ന് ഇളവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഇളവുണ്ട്, അല്ലാത്തവരെല്ലാവരും പങ്കെടുക്കണം. 4ാമത്തെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു അഹ്ലുസുന്നയുടെ ഇമാം എന്നറിയപ്പെടുന്നത് അദ്ദേഹം പറയാണ് ഇതിൽ ഇളവുണ്ട്. 4 ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായം. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇമാം ഷാഫിയേക്കാൾ അറിവുള്ളവരാണോ നിങ്ങളൊക്കെ? ഇമാം ഷാഫി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ കൂടിയിട്ട് തീരുമാനം മാറ്റുകയാണോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇമാം ഷാഫിന്റെ ഉസ്താദ് ആരാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 9ാമത്തെ വയസ്സിൽ ആരുടെ മുന്നിൽ പോയിട്ടാ ദീന് പഠിക്കാൻ പോയത്? ഇമാം മാലിക്കിന്റെ അഭിപ്രായം, ഇമാം മാലിക്കിന്റെ അടുത്തേക്ക് പോയത്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം എന്താ? നിർബന്ധം എന്നാണ്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇമാം ഷാഫിന്റെ അഭിപ്രായം. ഇമാം ഷാഫിയുടെ സ്വന്തം ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി. ഇമാം അഹ്മദ് പറയുന്നത് എന്താ? വേണ്ട, അവർക്ക് വേണമെങ്കിൽ ഇളവുണ്ട്. ഇങ്ങനെ 4 അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരഭിപ്രായം ഒരാൾ പറയുമ്പോഴേക്ക് അയാളൊക്കെ പുത്തൻവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത്, അത് പ്രിയപ്പെട്ടവരെ ഒഴിവാക്കേണ്ടതാണ്. ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഈ വിഷയം പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോഴേക്ക് ചില ആളുകളും അതും കുറച്ചോ. സത്യത്തിൽ കുറക്കലല്ല, ഉള്ളത് ദീനിനെ പരമാവധി കൂട്ടലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീനില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യാം. അങ്ങനത്തെ ആളുകളാണ് പറയുന്നത് നിങ്ങൾ അത് കുറച്ചോ ഇത് കുറച്ചോ എന്നുള്ളത്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറയുന്ന ആളുകൾ, അതാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഞാനാരെ കുറ്റപ്പെടുത്താനല്ല, ഒരു പത്രത്തിന്റെ കട്ടിങ്ങിൽ വന്ന വാക്ക്, അതിന്റെ പോസ്റ്ററിൽ വന്നത് വിചിത്രവാദം എന്നാ പറഞ്ഞ. വിചിത്രവാദം ആരുടെ വാദം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദ വിചിത്രവാദം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാദ വിചിത്രവാദം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാദമാണോ വിചിത്രവാദം? അതല്ല, ഈ പറയപ്പെട്ട ഇമാമുമാരുടെ വാദമാണോ വിചിത്രവാദം? അവർക്കിതൊക്കെ വിചിത്രവാദമായിരിക്കും. കാരണം അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് വാദിക്കുന്നവരാണ്. സ്ത്രീകൾ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഒരിക്കലും പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് അത് വിചിത്രവാദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചു എന്ന് ഇന്ന് വരെ ഒരാൾക്കും ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അവർ ചെയ്യുന്നു നബി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട്. അത് കുറക്കുന്ന ആളാണ് ഇന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ടത് മാത്രമാണ് ശരി, നമ്മൾ പറഞ്ഞത് മാത്രമേ ശരിയൂ, അതല്ലാത്തതെല്ലാം ബിദ്അകളാണ്. ആ ഒരു ശൈലി അതൊരു മുസ്ലിമിന് യോജിക്കുന്നതല്ല. കാരണം പ്രമാണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രമാണങ്ങൾ കൃത്യമായി പഠിക്കാനാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇളവുകളുണ്ട്. എന്നാൽ അയാൾ പള്ളിയിലേക്ക് വരാതിരിക്കുക എന്നുള്ളതല്ല. വേറെ പള്ളികളുണ്ടോ, അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടോ, അവിടെ ളുഹർ നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ്, ളുഹർ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയോ ഒരു മനുഷ്യൻ രാവിലെ വന്നിട്ടില്ല, ഈദ് നമസ്കാരത്തിൽ അവൻ പങ്കെടുത്തിട്ടില്ല എങ്കിൽ ജുമാ നമസ്കാരം അവന് നിർബന്ധം തന്നെയാണ്. ഇനി പള്ളിയിലുള്ള ഇമാമിനും ഖതീബിനോ ജുമാ നിർബന്ധമാണ്, അതിലൊന്നും സംശയമല്ല. ചില ആളുകളുടെ വിഷയത്തിൽ ചില ഇളവുകളുണ്ട്. അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോഴേക്ക് അത് വലിയ ഒരു ചർച്ചയാക്കി അത് ദീനിൽ നിന്നും എല്ലാം അകറ്റി നിർത്തുന്നവരാണെന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് അത് പോകുന്നത് ഒരിക്കലും ശരിയല്ല. മറിച്ച് യഥാർത്ഥ ദീനിനെ നമ്മൾ കൃത്യമായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിയാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ശാരീരികമായും സാമ്പത്തികമായും മാനസിക
മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.